ഇത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകൾ പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉള്ളൊരു കാര്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യമാണെങ്കിലും കുറച്ച് വിഷമമുള്ളൊരു കാര്യം. മോൻ്റെ +2 ഒക്കെ കഴിഞ്ഞ് മോന് ഒരു അഡ്മിഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മുംബൈയിലേക്ക് പോവാം. അതും കർജത്തിൽ. കുറച്ച് ദൂരെയാണത്, ഇൻറ്റീരിയർ സൈഡാണ് മുംബൈയിൽ. അപ്പം ഞങ്ങൾ എയർപോർട്ടിലൊക്കെ സമയത്തിനൊക്കെ വന്നു. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കൂടെ കുട്ടികൾ എപ്പോഴും ഉണ്ടായിട്ടേ പിന്നീട് കുട്ടികൾ നമ്മളിൽ നിന്ന് മാറുന്നൊരു സമയമാകുമ്പം അവരെ നമ്മൾ ആ ഇൻഡിപെൻഡൻ്റായിട്ട് വിടുകയാണെങ്കിൽ പോലും അമ്മമാർക്കതൊരു വിഷമം തന്നെയാണ് കേട്ടോ. എത്രയൊക്കെ പറഞ്ഞാലും അവരുടെ മുമ്പിൽ എപ്പോഴും കുഞ്ഞുങ്ങൾ ആണ്. അവരെത്ര വലുതായാലും അവനെ ഞാൻ കുഞ്ഞു തന്നെയാണ് വിളിക്കുന്നത്. പക്ഷെ അവൻ എത്ര വലുതായാലും അങ്ങനെയാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റിൻ്റെ ഏറ്റവും നമ്മൾ പറയില്ലേ ജനാലക്കടുത്ത് തന്നെ ഞാൻ മതി എന്ന് പറയുന്ന ആ ക്യാരക്ടറാണ് ഞാൻ. എൻ്റെ കുട്ടിത്തം മാറിയിട്ടില്ല എന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ നമ്മളെല്ലാം കുട്ടിത്തൊക്കെ വേണ്ടേ. ഈ ഫ്ലൈറ്റിലേക്ക് നോക്കുമ്പോൾ ജീവിതത്തിൻ്റെ മാതിരിയാണ് പതുക്കെ 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 നമ്മളോട് ഏറ്റവും അടുത്തുണ്ടായിരുന്നതൊക്കെ എത്ര പെട്ടെന്നല്ലേ അകലേക്ക് പോകുന്നത്. നമ്മളിങ്ങനെ ഒരുപാട് ഉയരത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നമ്മളിൽ നിന്ന് അകന്ന് എല്ലാം മാറി മാറി പോകുന്നൊരു മാതിരി. പിന്നെ മേഘങ്ങൾ, അത് എപ്പോഴും ഞാൻ കുട്ടിക്കാലത്ത് വിചാരിച്ചിരുന്നുണ്ടോ, ശരിക്കും മുകളിൽ ആകാശം കാണുമ്പോൾ ഈ മേഘങ്ങൾക്ക് മുകളിൽ പിന്നെയും ഇങ്ങനെയാണെന്നൊന്നും ചിന്തിക്കായിരുന്നില്ല. അങ്ങനെ ഒരു എന്താ പറയുക, അതൊരു ബാല്യത്തിൻ്റെ ഒരു ഇതല്ലേ. പിന്നെ വിസ്താരയിലായിരുന്നു. ഇപ്പോൾ ഒരു ഫുഡൊക്കെ തന്നു. പിന്നെ താഴോട്ട് ഇറങ്ങി വരുന്ന സമയത്തുണ്ടാകുന്നൊരു ഫീലുണ്ട്. ഒരുപാട് ദൂരെ നിന്നുള്ള ചിലതൊക്കെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയില്ലേ. വീണ്ടും അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ മുംബൈയാണെന്ന് തിരിച്ചറിഞ്ഞല്ലോ. അങ്ങനെ നമ്മൾ അങ്ങനെ അടുത്ത് താഴേക്ക് എത്താണ്. നല്ല മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോൾ. അപ്പോൾ എന്നാലും വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ എത്തി. പക്ഷേ അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടായൊരു കാര്യം, കർജത്ത് ഒരുപാട് ദൂരെ ആയതുകൊണ്ട് വണ്ടികളൊന്നും വരുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ചാർജാണ് പറയുന്നുണ്ടായിരുന്നത്. എന്നിട്ട് അങ്ങനെ ഒരു വിധം പറഞ്ഞൊപ്പിച്ച് ഒരു വണ്ടി എടുത്തു. അപ്പോൾ മുംബൈ ഒരുപാട് മാറിയിരിക്കണം. മുമ്പ് ഞങ്ങളവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു, നവി മുംബൈയിൽ കോപ്പർ ഖാരനയിൽ വാഷി സൈഡിൽ. പക്ഷെ ഇപ്പം അവിടെ ഭയങ്കര സ്റ്റൈലായി. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ കർജത്തിലേക്കാണ് പോകണം മോനെ അവിടെ ഇതാക്കാൻ, അവിടുത്തെ മറൈറ്റൈം അക്കാദമീൻ്റെ ഇതിലേക്ക്. അപ്പോൾ പോണ വഴിക്ക് ഇത് ഇൻറ്റീരിയർ ആയതുകൊണ്ട് നമ്മളുടെ ഒരു ഹിൽ സ്റ്റേഷനിൽ കൂടെ പോകുന്നൊരു ഫീലാട്ടോ. അവിടെയുള്ള ആൾക്കാരൊക്കെ റെയിൻ ടൂറിസം കാണാനും ഈ പറഞ്ഞ മാതിരി ഒരു ചേഞ്ചിനൊക്കെ വരുന്നൊരു സ്ഥലമാണ്. ഒരുവിധമൊക്കെ റോഡ് നന്നായെങ്കിലും ഇവിടുത്തെ ഇപ്പോൾ മോശമായിരുന്നു. ഇവിടെ ഒരു പുഴ ഒഴുകുന്നുണ്ട്, ഉല്ലാസത്തോടു കൂടി അത് ഒഴുകിയത് കൊണ്ട് കുറച്ച് പ്രശ്നം ഉണ്ടാക്കി. അപ്പം ഞങ്ങൾക്ക് പെട്ടെന്ന് റൂമൊന്നും കിട്ടാത്തതുകൊണ്ട് അക്കാദമി തൊട്ടടുത്തുള്ള ഒരു ജെയിംസ് ബോണ്ടിൻ്റെ ഫാൻസാണ് തോന്നുന്നു, 007 ഇവിടെയാണ് കിട്ടിയത്. അവിടുന്ന് കാഴ്ചയൊക്കെ കാണാൻ രസമാണ്. ഇവന്മാരിത് ഗ്രില്ലൊക്കെ ഇട്ട് വെച്ച് നിറച്ച് വെച്ച് അതിനോണ്ട് ഫുള്ള് ഗ്ലാസ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരുന്നു ഇങ്ങനെ നമുക്ക് നീക്കം ചെയ്യുന്ന രീതിയിൽ. പക്ഷേ ഈ ഗ്രില്ലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ഇത് കിട്ടുന്നില്ല. ബാക്കിൽ മുഴുവൻ പാടവും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് കേട്ടോ. ആ ഭംഗിയൊക്കെ എന്തെങ്കിലും ആവട്ടെ. പിന്നെ തൊട്ടടുത്താണ് മോൻ്റേത്, അപ്പോൾ അങ്ങോട്ട് വിടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുക. വലിയ സ്വിമ്മിംഗ് പൂളുണ്ട്, അങ്ങോട്ടൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അതേ കിരി പറഞ്ഞ് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നത്തെ ദിവസവും എന്താ പറയുക, ഒരു ഇതൊക്കെ കഴിഞ്ഞ് പിറ്റത്തെ ദിവസം രാവിലെ ഞാൻ നോക്കിയപ്പോഴാണ് ഈ ജെയിംസ് ബോണ്ടിൻ്റെ 007 ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെയും പണ്ട് ഓർക്കൂട്ടിലും യാഹൂലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു ഈ 007 കണ്ട്. എൻ്റെ അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കണ്ടൊക്കെ ഒരു 007 ഉണ്ടായിരുന്നു. പിന്നൊരു കാര്യമുണ്ട്, 7 എൻ്റെ ബർത്ത് ഡേറ്റും കൂടിയാണ് ഫെബ്രുവരിയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉല്ലാസപ്പുഴ ഉല്ലാസമായി ഇങ്ങോട്ട് കയറി വന്ന് ഞങ്ങൾ പെട്ടു. അവന് ജോയിൻ ചെയ്യേണ്ട ടൈമിൽ പുഴ അടക്കം ഇങ്ങോട്ട് വന്നിരിക്കണം. അതും നമ്മളുടെ ഒപ്പം ജോയിൻ ചെയ്യുന്ന അവസ്ഥ. ഒരു ഫ്ലഡ് ജീവിതത്തിൽ അനുഭവം ഉണ്ടായതുകൊണ്ടോ എന്തോ ഭയമൊന്നും തോന്നിയില്ല നടക്കുമ്പോൾ. അതൊരു അനുഭവം, മുമ്പൊരു എക്സ്പീരിയൻസ് ആദ്യത്തെ ഉണ്ടായി കഴിഞ്ഞല്ലോ. പിന്നെ പുഴയുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ഈ സാധനങ്ങൾ കുറേ എന്തൊക്കെയോ ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ളത്, അതൊക്കെ മാറി. അവിടുത്തെ സംഗതി ആ റെസ്റ്റോറൻറ്റിൽ നമുക്ക് കറണ്ടും പ്രശ്നങ്ങളൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടുത്തെ ആ സ്റ്റാഫിൽ ഒരാൾ ഭയങ്കര നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. അവൻ അതൊക്കെ നല്ലപോലെ കവർ ചെയ്ത് പൊതിഞ്ഞ് നമ്മളെ ഇതിൻ്റെ അക്കാദമിയുടെ ഉള്ളിലേക്ക് കൊടുന്നു. ജോയിനിങ് തന്നെ നമ്മൾ ഭയങ്കര ഒരു
എന്താ പറയുക, ഒരു അഡ്വഞ്ചർ ട്രിപ്പിന് പോയ മാതിരിയായിരുന്നു. അപ്പോൾ കുറേ പാരൻസിന് എല്ലാവർക്കും ഈ 10-18 വയസ്സുള്ള മക്കളെ കൊണ്ടുവരുമ്പോൾ പാരൻസിനൊക്കെ ഭയങ്കര ഒരു ഇതല്ലേ. അപ്പം ഞങ്ങളങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നമ്മളെ കൊടുന്നാൾ കവറൊക്കെ ചെയ്ത് ഞങ്ങളോട് പറഞ്ഞു കുട വെച്ചോളൂ, എനിക്ക് റെയിൻ കോട്ട് ഉണ്ട്, ഞാൻ പൊക്കോണ്ട് എന്ന് പറഞ്ഞു. സൈഡിൽ കൂടെ നടന്നു വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ശരി പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് കുട്ടിയാക്കിയിട്ട് നമുക്ക് പോവാം. പക്ഷെ നമുക്ക് തോന്നില്ലല്ലോ കുറച്ച് നേരം കൂടി ഈ നേരം ഇങ്ങനെ പിരി പറഞ്ഞ് പിന്നാലെയൊക്കെ കൂടുന്ന ടൈപ്പായതുകൊണ്ടേ. അപ്പോൾ പിന്നെ നമുക്കൊരു വിഷമമാണ്. പക്ഷെ നല്ലതല്ലേ അവരുടെ ഭാവിക്ക്, നമ്മളവരെ ഇൻഡിപെൻഡൻ്റ് ആക്കി വിട്ടല്ലേ പറ്റൂ. അപ്പോൾ ഇത് അക്കാദമിയുടെ ഇതിൽ അവിടെ നമ്മൾ ഈ ഒരു ഷിപ്പിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ടെക്സൈറ്റിൻ്റെ അതിനെ അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെയൊക്കെ മോഡൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോന്നും അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ട്രെയിനിങ് ചെയ്യുമ്പോൾ അതെല്ലാം അവർക്ക് ചെയ്യാമല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷിപ്പിലും കാര്യങ്ങളിലൊക്കെ ട്രെയിനിങ്ങിന് പോവാം. മർച്ചൻ്റ് നേവിയുടേതാണ്, ഇന്ത്യൻ നേവി അല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ അപ്പോൾ ഹസ്ബൻഡ് ക്യാപ്റ്റനാണല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് പുള്ളി ഇതൊക്കെ കാണുമ്പോൾ പുള്ളി ഇതിനെക്കുറിച്ചിട്ടൊക്കെ പറയുമായിരുന്നു. അപ്പം ഞാനിങ്ങനെ അവിടെ ചെന്ന് മഴയത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ പറഞ്ഞപ്പോൾ കുടയൊക്കെ പിടിച്ച് നടക്കുമായിരുന്നു. അപ്പോൾ ഇതെന്തൊക്കെയാണെന്നൊക്കെ ഇവിടെ പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. ഓക്കെ. ടാങ്കറിൻ്റെ മറ്റേ കണ്ടെയ്നർ ഷിപ്പിൻ്റെ എല്ലാറ്റിൻ്റെയും ഉണ്ട് കേട്ടോ. ഓരോ ഭാഗത്തും ഓരോന്ന് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഓക്കെ 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 മോഡൽസ് ഇത് ടാങ്കറിൻ്റെയാണ്. ഗ്രീന് റെഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ പൈപ്പുകളുടെ അതിൻ്റെ കാര്യമൊക്കെ ഇവിടെ ഇരുന്ന് പറയുമായിരുന്നു കേട്ടോ. അതാണ്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ. അപ്പം ഞാൻ കുറച്ചും കൂടി അടുത്തുനിന്ന് കിട്ടുമോ എന്ന് നോക്കുമായിരുന്നു. ഈ ക്രെയിൻ എന്താണെന്നാ പേര് പറഞ്ഞ്? ഡെറിക്. കൈ കൊണ്ട് വലിക്കുന്നത് അല്ലേ? കൈ കൊണ്ട് വലിക്കുന്നത്. ഇത് ഓയിൽ ടാങ്കറിൻ്റെ മോഡൽ. ഓരോ കളേഴ്സ് ഉണ്ടാവും അതിനൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ കണ്ടെയ്നറിൻ്റെ മോഡൽ. അവിടെ ഒരു ലൈവ് ബോട്ട് കണ്ടു. ഷിപ്പിൽ എങ്ങനെയാണ് ലൈവ് ബോട്ട് സൈഡിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ. അങ്ങനെ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മഴയാണെങ്കിലും പല കുട്ടികളും എത്തുന്നേ ഉള്ളൂ. പല സ്ഥലത്തുനിന്നും പലരും റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വെഹിക്കിൾ പോയിട്ട് അവരെ കൊണ്ടുവരാൻ പോയി. ഞങ്ങൾ പാരൻസിനോട് പറഞ്ഞു കുട്ടികൾ ഷിപ്പിൽ പോയി എന്ന് വിചാരിച്ചിട്ട് പൊക്കോളാൻ കുറച്ചും കൂടി. അപ്പോൾ അവിടെയുള്ള നോർത്ത് ഇന്ത്യൻ ആൾക്കാർ പറയുന്നുണ്ട് രീതി സൂയസ് കനാൽ, പനാമ കനാലിൻ്റെയൊക്കെ ഓരോ ആരോസ് വെച്ചിട്ട് കാണിച്ചിരിക്കുക കേട്ടോ, പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഇത് ഫയറിൻ്റെ ഇത് പോകുന്നത്, പിന്നെ കടമ്പ് മരം ഉണ്ടായിരുന്നു. വലിയ ക്യാമ്പസാണ്. അപ്പോൾ ഞങ്ങളോട് പറയുന്നു, അപ്പോൾ അവിടെ നോർത്ത് ഇന്ത്യൻ ആൾക്കാർ ചോദിക്കുന്നു ദീപാവലിക്ക് വിടും. അപ്പോൾ ദീപാവലി ഇല്ല, ഒന്നുമില്ല, ഇനി അതൊന്നും ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ മൈൻഡ് കൊണ്ടുപോകണം. നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ കാര്യത്തിനും ഒരു എത്തുന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ എന്തെങ്കിലും ഒരു ഇത് കൂടുതലാവും അങ്ങനെയൊക്കെ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങി. അപ്പോഴേക്കും പുഴ ഒന്ന് ഒഴുകൽ മീൻസ് അതിൻ്റെ ഇതൊന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്ന് റൂമിലേക്ക് ചെന്ന് നോക്കിയൊക്കെ എന്താ അവസ്ഥ, കാരണം 3 ദിവസത്തേക്ക് അവിടെ ചെയ്തിരുന്നു. എല്ലാം കൊണ്ടും കഷ്ടമായിരുന്നു. വലിയ മതിലൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ വരേണ്ടതിൽ. അപ്പോൾ വെള്ളമൊക്കെ ഇപ്പോൾ പോയാലുണ്ട്, റോഡ് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ കണ്ട സ്ഥലം കാണിച്ചു തരാം കേട്ടോ ഒന്നും കൂടി. അയ്യോ എവിടെ കുറച്ചപ്പുറത്താണ് കേട്ടോ. അപ്പം നോക്കിയപ്പോഴാണ് അതിൽ വെള്ളമൊക്കെ പോയിട്ട് ഇരിക്കണ കുറച്ചൊക്കെ കണ്ടില്ലേ നമ്മൾ, അതൊക്കെ ഭയങ്കര കുഴപ്പമില്ലാണ്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതിപ്പോൾ തരും കേട്ടോ. ഞാനൊരു സെക്കൻഡ് കണ്ട. ഇത് നമ്മളുടെ അവിടുന്ന് യാത്ര പറഞ്ഞ് പോരുന്നതിന് മുമ്പ് എടുത്തതാണ്. കാരണം അവരോട് കറണ്ടും പോയി, ഫുൾ ഡേ കറണ്ട് പോയിട്ട് കറണ്ടില്ല, ഉള്ള ഇൻവെർട്ടറും പോയി. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഉറപ്പില്ല ഇനി വരുമെന്ന്. ഞങ്ങളുടെ പൈസ തിരിച്ചു തരുമോ ചോദിച്ചപ്പോൾ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞു. അതിലിതായിരുന്നു, ഭയങ്കര എക്സ്പെൻസീവ് ആയിരുന്നു ആ ഭാഗത്ത്. ഗ്രാമപ്രദേശമാണ് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെയൊക്കെ എല്ലാവരും വില കൂടുതലാണ്.
പക്ഷെ കാണാനൊക്കെ രസമുണ്ട്. അല്ലാത്ത സമയത്ത് പോകുമ്പോൾ കുഴപ്പമില്ലാതെ പോവാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, അവിടുത്തെ ആ ഒരാളുടെ ഒരു പെരുമാറ്റവും കാര്യങ്ങളും പറയാണ്ട് പോയാൽ നല്ലൊരു പെരുമാറ്റമായിരുന്നു. നമ്മൾ നല്ലതിന് നല്ലത് പറയണം. ഇതിൻ്റെ ഈക്കോന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു വണ്ടിയായിരുന്നു, അതിലാണ് കൊണ്ടുപോയത്. നല്ല ഡ്രൈവറായിരുന്നു കേട്ടോ, നന്നായിട്ട് നമ്മളെ കൊണ്ടുവന്നു, നല്ല പോലെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ഉത്തരാഖണ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ വന്നു, കേരള ഭവനൊക്കെ മതി, ഉത്തരാഖണ്ഡ് ഭവൻ. നല്ല പെരുമാറ്റം പറയാണ്ട് പോയി. അവരുടെ ഒരു ഹോസ്റ്റൽ മാതിരിയൊക്കെ തോന്നും, പക്ഷേ വളരെ കുറഞ്ഞ ചാർജിൽ വാശിയിൽ നല്ല അടിപൊളി റൂമും സൗകര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ. അങ്ങനെ പറയാണ്ട് പോയി. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് അവിടെ ലെറ്ററൊക്കെ എഴുതണം, ഇമെയിലൊക്കെ അയച്ചു കൊടുക്കണം, എന്നാൽ മാത്രമാണ് നമുക്കവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അവരുടെ ഇതൊക്കെ ഉണ്ടല്ലോ, ഗവൺമെൻറ് ഇതല്ലേ, നല്ല പെരുമാറ്റം, ഭയങ്കര റെസ്പെക്റ്റും കാര്യമാണ്. അപ്പോൾ വാശി പറഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം വാശി കാണുമ്പോൾ ഭയങ്കര ക്ലീനായിട്ട് വലിയൊരു സിംഗപ്പൂരിൻ്റെ ഒക്കെ ഒരു ലുക്കിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പം അവിടെയുള്ളൊരു വലിയ മോളുണ്ട്, സേവൺ മോൾ, നെക്സസിൻ്റെ. അപ്പോൾ അതിങ്ങനെ പേരിപ്പോൾ മാറ്റിയതാണ് പറഞ്ഞു. അപ്പോൾ ആ മോളിലേക്ക് പോകാം. അപ്പോൾ അവിടെ ഫ്രണ്ടിനെ കാണാമെന്ന് ചോദിച്ചിട്ടുണ്ട്, ഒരു ക്ലാസ്മേറ്റിൻ്റെ ഒരു കസിനുണ്ട്. അപ്പോൾ അങ്ങനെ അവളെയും കണ്ട് ഞങ്ങളങ്ങനെ പോണ സമയത്ത് ഇതേ കണ്ടോ, അവിടെ തുറന്നു വരുന്നേ ഉള്ളൂ. നമുക്ക് മഴ ഒന്നും അപ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഒരു വലിയൊരു സമാധാനം ആ സമയത്ത്. പിന്നെ അവിടെ ജസ്റ്റൊക്കെ ഒന്ന് ഇറങ്ങി കറങ്ങിയൊക്കെ ഞങ്ങൾ നടന്നു. പിന്നെ അവിടുത്തെ വടപ്പാവ് കഴിച്ചു. അത് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു കാര്യം. രാത്രിയിൽ ATM തപ്പി നടന്ന് വാഷ് സ്റ്റേഷൻ കണ്ടു. അന്നൊക്കെ ഇത് തുടങ്ങിയ സമയത്ത് ഞങ്ങളവിടെ ഉണ്ടായിരുന്ന. അങ്ങനെ തിരിച്ചു വരേണ്ട ദിവസത്തേക്ക് വന്നു. അതിന് മുമ്പ് ഏട്ടൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ക്ലാസ്മേറ്റ്, അവർ വന്നു, ഞങ്ങളെ ഭക്ഷണമൊക്കെ വന്നു കഴിച്ചു, ഞങ്ങളെ എയർപോർട്ടിൽ കൊണ്ടുവന്നാക്കി തന്നു. എന്തായാലും ദിവസം എൻ്റെ ഫ്രണ്ടിൻ്റെ ഉണ്ട്, അവരുടെ ഒന്നും ഫോട്ടോസ് ഇട്ടില്ല കേട്ടോ. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതാ തിരിച്ച് ഫ്ലൈറ്റിലേക്ക് കയറി. ഒരു വിഷമം, നമ്മളറിയുന്ന ഒരാളെ അവിടെ നിർത്തി പോകുന്നതിൻ്റെ.